അരുൺ, എത്രത്തോളം വീടുകൾക്ക് ആ ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം? ആ കേടുപാടുകൾ സംഭവിച്ചതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് ഓരോയിടത്തും? എത്രത്തോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കണക്ക് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ മിക്കവാറും എല്ലാ വീടുകൾക്കും പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടിനാണെങ്കിൽ ഇവിടുത്തെ ജനൽ ചില്ലുകൾ ഏറ്റവും പൊതുവായിട്ട് കണ്ടത് ജനൽ ചില്ലുകൾ മിക്ക സ്ഥലങ്ങളിലും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടും ഈ ജനൽ ചില്ലുകൾ പൊട്ടി വീഴുകയാണുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലും തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഈ വാതിൽ വിട്ട് മറിഞ്ഞു വീഴുകയാണ്. അതുപോലെ അവരവിടെ ഇതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്തായിരുന്നല്ലേ സ്ഫോടനം ഉണ്ടായത്? അതെ അതെ, അടച്ചിട്ട സമയത്തായിരുന്നു. എവിടെയായിരുന്നു ചേച്ചി? ജോലി സ്ഥലത്തായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു കാഴ്ച? ആരൊക്കെ വാതിലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലുകളൊക്കെ പൊട്ടി ഇരിക്കുന്നു. അടച്ചിട്ടായിരിക്കൊണ്ടായിരിക്കില്ലേ ആ ഒരു ആഘാതത്തിൽ ഡോർ തകർന്നു അല്ലേ? ബാക്കിലെ വാതിലിന്റെ കുറ്റികളൊക്കെ ഇളകി പോയി. പുറത്ത് അടച്ചുറപ്പില്ലാത്ത അവസ്ഥയായില്ലേ? അടിയന്തരമായിട്ട് തന്നെ അത് പരിഹരിക്കണം എന്നുള്ളതാണ്. മെമ്പർ വന്ന് കാണുകയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? ഇല്ല ഇല്ല, ആരും വന്നിട്ടില്ല. ഉദ്യോഗസ്ഥരും ആരും ഒന്നും വന്നിട്ടില്ല. പ്രാഥമിക പരിഗണന അപകടത്തിൽ പരിക്കേറ്റ അവരുടെ ജീവൻ നിലനിർത്തുക, ഒപ്പം കണ്ടെത്താനുള്ളവരെ കണ്ടെത്തുക, ഭൗതികദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിലവിൽ ഈ പരിശോധനകൾ നടക്കാത്തത്. രണ്ടാം ഘട്ടം എന്നോണം ഒരുപക്ഷെ ഈ വീടുകളുടെ കേടുപാടുകൾ അന്വേഷിക്കുകയും അത് കണക്കാക്കി ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം നൽകുകയും ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ അരുൺ? തീർച്ചയായിട്ടും അത് അടിയന്തരമായിട്ട് തന്നെ ധനസഹായം ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ മീറ്റർ കത്തിപ്പോയ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ഇതിൻ്റെ ഇലക്ട്രിക് സംവിധാനങ്ങൾ മുഴുവൻ പോയിരിക്കുകയാണ് ഈ വീടിൻ്റെ. അപ്പോൾ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഓരോ വീടിനും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എത്രയും വേഗം പരിഹരിക്കണം. കാരണം ഇവരെയൊക്കെ ഇനി സാധാരണ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ പരിഹരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ ഈ വീടിൻ്റെ അടച്ചുറപ്പ് ഇല്ലാതായിരിക്കുകയാണ്. മുൻപിലത്തെ വാതിൽ തകർന്നു, പിറകിലത്തെ വാതിലിൻ്റെ കുറ്റിയൊക്കെ ഇളകിപ്പോയി. അപ്പോൾ അതൊക്കെ അടിയന്തരമായിട്ട് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഇനി ഇതിനകത്ത് വില്ലേജിൽ നിന്ന് വന്ന് കണക്കെടുത്ത് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ ധനസഹായം ലഭ്യമാകുകയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ അടിയന്തരമായിട്ട് ധനസഹായം ലഭ്യമാക്കിയാൽ അവർക്ക് എത്രയും വേഗം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. ഇപ്പം ഈ വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ തൊട്ട് എതിർ സൈഡിലുള്ള ഒരു വീടിൻ്റെ അവസ്ഥയും കൂടെ കാട്ടിത്തരാം. ആ വീടിൻ്റെ ജനൽച്ചില്ലുകൾ മുഴുവനായിട്ട് തകർന്നിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാത്ത, അതായത് ഇതിൻ്റെ സ്ട്രക്ചറിനൊക്കെ എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അത് സംബന്ധിച്ചുള്ള പരിശോധനകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് ആ വെടിപ്പുരയുടെ ഭാഗത്ത് കണ്ടത് മാത്രമല്ല, അതിൽ നിന്ന് മീറ്ററുകളോളം മാറിയിട്ടും അതിൻ്റെ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊരു പുതിയ വീടാണ്. ഏകദേശം ഒരു വർഷത്തേക്കുള്ളം കണ്ടേ ആയിട്ടുള്ള ഈ വീട് നിർമ്മാണം കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെ ജനൽ ചില്ലുകൾ പൂർണ്ണമായിട്ടും പോയി. അതോടൊപ്പം പല സ്ഥലത്തും വിള്ളലുകളുണ്ട്. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായ വിള്ളലുകളാണോ എന്ന് നമുക്കറിയില്ല. കാരണം അതൊക്കെ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ ജനൽ ചില്ലുകൾ പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. ഈ മിക്ക വീടുകളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇലക്ട്രിക് സംവിധാനങ്ങൾ പോയിട്ടുണ്ട്, വാതിലുകൾ തകർന്നിട്ടുണ്ട്, ജനലുകൾ തകർന്നിട്ടുണ്ട്, മേൽക്കൂര കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് വേറൊരു വീട്ടിൻ്റെ ടെറസ് പൊട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ വിള്ളലുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇപ്പം കണ്ടിട്ട് ഇത് ഇന്നലെ ഉണ്ടായതാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിള്ളൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഈ വിള്ളൽ ഇതുമൂലം ഉണ്ടായതാണെങ്കിൽ അകത്തേക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിശോധനകൾ നടത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ നാശനഷ്ടം, പുറത്ത് കാണുന്ന ഈ ചില്ലുകൾ പൊട്ടിയതിനപ്പുറത്തേക്ക് വീടിൻ്റെ സ്ട്രക്ചറിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഇന്നു മുതൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കി തുടങ്ങും എന്നുള്ളതാണ് ചിലർ പറയുന്നത്. വില്ലേജ്
ഓഫീസിൽ നിന്ന് ആളുകൾ എത്തുമെന്നുള്ളതാണ് ഇതൊക്കെ കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ സർക്കാർ സംവിധാനം നമുക്കറിയാമല്ലോ, പലപ്പോഴും ഇത് നീണ്ടുപോകാറുണ്ട് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ അടിയന്തരമായിട്ട് ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഉള്ള ആളുകൾ പറയുന്നത്. സാധാരണ ആൾക്കാരാണ് ഇവിടെ എല്ലാം താമസിക്കുന്നത്. അപ്പോൾ അവർ ദിവസേന ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. അവരുടെയൊക്കെ ഒരു വരുമാനം എന്ന് പറയുന്നത് ദിവസേന പോയി ഉള്ള ജോലിക്ക് പോയിട്ടുള്ള വരുമാനമാണ്. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ എങ്ങനെ ദിവസക്കൂലിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ? അങ്ങനെ ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാരാണ്. പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു അടിയന്തരമായിട്ട് നിങ്ങൾക്ക് സഹായം കിട്ടേണ്ടതല്ലേ? സഹായം കിട്ടേണ്ടതാണ്, എന്നാലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. നിങ്ങളുടെ വീടിന്റെ ഇത് ഇലക്ട്രിക് സംവിധാനം മൊത്തം പോയി? സൈഡിൽ കത്തി കിടക്കുന്നുണ്ട്. വീടുകളൊക്കെ പ്രശ്നമില്ല, കരണ്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ട്. ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ജനലും വാതിലാണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത്. ജനല് വാതിൽ പിടിപ്പിക്കാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അതിന് പെട്ടെന്ന് റെഡിയാക്കണം. അപ്പൊ ആരും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ചെയ്യണ്ടേ. ഫ്രണ്ടിലത്തെ വാതിലല്ലേ. അടിയന്തരമായിട്ട് സഹായം വേണമെന്നുള്ളൊരു ആവശ്യമില്ലേ? അതുണ്ടാവും, അതുണ്ട്. എത്രത്തോളം വീടുകൾക്ക് ഇവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്? വരെ വീടുകളുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു 200 മീറ്റർ മാറിയിട്ട് 2-3 വീടുകൾക്കും പ്രശ്നമുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഇതുവരെ ഈ ജനലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇവരെ വീട്ടുകാരൊക്കെ എല്ലാവരും ഇവിടുന്ന് ജനലിനെ പൊളിഞ്ഞാൽ എല്ലാവരും വേറെ വീട്ടിലേക്ക് മാറി പോയി. ഈ വീട്ടുകാർ പോയി, അപ്പുറത്തെ വീട്ടുകാർ പോയി. പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ വെടിപ്പുര കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം ഇല്ലേ, വയലൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടാണ് ഈ വീട്. ബോഡിയൊക്കെ അപ്പുറത്തെ ഇതിന്ന് കിട്ടിയിരിക്കണത്. ഒരു ബോഡിയൊക്കെ കിട്ടിക്കണത് തെറിച്ച് പോയിട്ട്. അവിടെ ഒരു 200 മീറ്റർ കഴിഞ്ഞ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ഒരു ബോഡി കിട്ടിക്കണത്. പിന്നെ അവിടെ നിന്ന് 200 മീറ്റർ കഴിഞ്ഞ് ഇവിടെ ഈ കുളത്തിന്റെ അവിടെ നിന്ന് ഒരു ബോഡി കിട്ടിയിരിക്കണത്. കുളത്തിന്റെ ഇപ്പുറത്തുനിന്ന് ഭാരത്തിന്റെ സൈഡിൽ നിന്ന് അത്രത്തോളം ദൂരം തെറിച്ചു. ബോഡി മാത്രം തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ആഘാതത്തിലാണ് അടിച്ചിരിക്കണത്. 2 പ്രാവശ്യം ഉണ്ടായിരിക്കണത് തുടർച്ചയായിട്ട്. 2 പ്രാവശ്യമാണ് തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്രയും പ്രഷറിൽ കിട്ടിയിരിക്കുള്ളായിരുന്നു. നിങ്ങൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കായിരുന്നു. മെഡിക്കൽ കോളേജ് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. സാധനം മേടിക്കാൻ പോയതാ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ശബ്ദം കേട്ടത്. ആദ്യം ശബ്ദം കേട്ടു, പിന്നെ വീണ്ടും വണ്ടി എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ശബ്ദം കേട്ടു. വീട് അതിന് നേരെ വരുന്നത് അങ്ങടെ വരുന്നത്. ഇവിടെ വീടിന് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയണ്ടായിരുന്നില്ല. എല്ലാവരും പിള്ളേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് എല്ലാവരും വന്നിട്ട് ഡോറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയത്. പെട്ടെന്ന് റെഡിയാക്കി ഇടണം എന്ന് പറയാം. വീടുകൾക്കും ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് തന്നെ അത് കയ്യിൽ നിന്ന് കാശെടുത്ത് അടിയന്തരമായിട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കാരണം അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കയ്യിൽ നിന്ന് കാശൊക്കെ എടുത്ത് ഇത് ശരിയാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ തീർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് സംവിധാനം, വയറിംഗ് സംവിധാനത്തിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മീറ്റർ കത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ നഷ്ടപരിഹാരം ഇവർക്ക് ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീടുകളുടെ കണക്കെടുപ്പ്, നാശനഷ്ടങ്ങളുണ്ടായ വീടുകളുടെ കണക്കെടുപ്പ് ഇന്ന് തന്നെ ആരംഭിക്കും. അതെ, വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അവർക്ക് എത്രത്തോളം നഷ്ടമുണ്ടായി എന്നത് കണക്കാക്കി അവർക്ക് അതിന് ചേർന്ന തരത്തിലുള്ളൊരു സഹായം ലഭ്യമാകുമെന്ന് തന്നെ വിചാരിക്കാം. അരുൺ ശങ്കറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.